ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മോൻ്റെ കല്യാണ സംബന്ധമായിട്ടുള്ള പർച്ചേസും അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ്റെ ഡാൻസ് പ്രോഗ്രാമിനുള്ള പ്രാക്ടീസും മറ്റു കാര്യങ്ങളും കുറച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ബ്ലോഗാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് പർച്ചേസിന് ആദ്യം പോയത് ആലപ്പുഴയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു 8 മണിക്കാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മകൾ ഇറങ്ങിയത് ഒരു 7 മണിക്കാണ്. ഞങ്ങൾ 1 മണിക്കൂർ വൈകിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയ സമയത്ത് നല്ല റഷുള്ള സമയമായിരുന്നു. കാരണം റോഡ് പണിയൊക്കെ നടക്കുന്നത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ യാത്ര. അപ്പോൾ ഒട്ടും റഷില്ലാത്ത സ്ഥലത്താണ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആന പോകുന്ന കണ്ടിട്ട് ഇനുമോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ആ ഭാഗം കുറച്ചെടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു ചായയും കുടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ആവീസ് എന്നും പറഞ്ഞ് ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കാപ്പി കുടിക്കാമെന്ന് മക്കൾ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവരെല്ലാം കാപ്പിയെല്ലാം കുടിച്ചിട്ട് ബില്ലെല്ലാം പേ ചെയ്ത് പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എത്തിയതിന് ശേഷം മോളും മോനും കൂടെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഫുഡ് കഴിക്കാൻ പോയില്ലായിരുന്നു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ കൊണ്ടുപോയി ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്നതിന് മുന്നേ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവർ ബൊട്ടീക്കിൽ പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് വൈകിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ള പർച്ചേസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ സമയം കറക്റ്റ് ചെയ്തിട്ട് കുറച്ച് പേര് മുന്നേ അത് കറക്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് തീരാൻ പറ്റും. അപ്പോൾ അവരവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ തന്നെ ഞങ്ങളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് ഇഹ ബൊട്ടീക്കിലാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം നോക്കിയത് മോക്കുള്ള സാരി ആയിരുന്നു. അപ്പോൾ സാധാരണ ഇപ്പോൾ ഉള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കല്യാണമൊക്കെ നടത്തുമ്പോൾ കൊച്ചിനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും ദൂരെ ആയതുകൊണ്ടും അവരൊരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വന്നത് കാരണം അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മോളെ കൂട്ടാതിരുന്നത്. അപ്പോൾ പിന്നെ മോൾക്ക് പകരം എൻ്റെ ഇളയ മോൾക്കും മൂത്ത മോൾക്കും ഒക്കെയാണ് സാരി കൊടുത്ത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. എടുത്തെടുത്ത് ചോദിച്ചു അപ്പോൾ ഷെർമോളാണ് ആദ്യം ഞങ്ങൾ വെഡ്ഡിങ്ങിനെടുത്ത സാരി ഇഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞത്. അപ്പോൾ അതേ സാരി തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് കാരണം അത് തന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ 3 സാരി ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള സാരികളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ മോക്കുള്ള മെഹന്തിക്കുള്ള ഡ്രസ്സ് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ളത് അവിടെ കിട്ടാത്തത് കാരണം ഞങ്ങൾ പിന്നെ സീമാസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ മെഹന്തിക്കുള്ളത് സെലക്ട് ചെയ്തത്. അവിടെ നിന്ന് നേരെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇഹയിലോട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാര്യമെന്ന് വെച്ചാൽ 2 മക്കൾക്കും എടുത്ത സാരി ഒന്ന് ഉടുത്ത് നോക്കണമായിരുന്നു. അപ്പോൾ അതൊന്ന് ഉടുത്ത് നോക്കാനായിട്ട് ഞങ്ങളവിടെ വന്നതിന് ശേഷം മക്കൾക്ക് അത് ഉടുത്ത് നോക്കി അവർക്ക് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് വെച്ച വെഡ്ഡിങ് സാരി അവർ ബില്ലൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബില്ലിടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഒരു ബില്ലൊക്കെ ഇട്ട് തന്നത്. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് എറണാകുളത്തേക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് വീട്ടിലേക്കാണ്. അപ്പോൾ മൊത്തം എല്ലാ വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് കരുതിയിട്ട്. ഇനി കാണിക്കുന്നത് നാളെ ഞങ്ങൾ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ വീഡിയോയാണ്.
അപ്പം നമ്മൾ താലി മാത്രം എടുക്കാനല്ല പോയത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കല്യാണം എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പം അതിനും കൂടെ ഉള്ള ഗിഫ്റ്റും കൂടെ എടുക്കാനായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പോയ മോഡൽ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ ഞങ്ങൾ പിന്നെ ലെറ്റർ സെലക്ട് ചെയ്യാനായിട്ട് പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലാതെ കല്യാണ ഫംഗ്ഷൻ ആണെന്നും പറഞ്ഞ് നമ്മൾ അതിനായിട്ട് ഒത്തിരി ദിവസം അങ്ങ് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ലെറ്റർ സെലക്ട് ചെയ്യാൻ പോയപ്പം എല്ലാവർക്കും ഒരേ ലെറ്ററല്ല ഇഷ്ടപ്പെട്ടത്. 2-3 പേർക്ക് 2-3 ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആർക്കും നിരാശ വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ 3 മോഡലിലുള്ള ലെറ്ററാണ് സെലക്ട് ആക്കിയത്. അപ്പോൾ അതിലൊന്നാണ് ഇത്. അപ്പോൾ ആ ലെറ്ററാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിലെ ഒരു മോഡലാണ് ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മോഡലിലുള്ള ലെറ്റർ അടിച്ച് കിട്ടിയിട്ടുണ്ട്. 2 ആഴ്ചയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിഹാലുമോ നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത ഒരു ബുക്കാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഫോട്ടോ വെച്ചിട്ട് ഒരു സർപ്രൈസായിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയതാണ്.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം റിസപ്ഷന് വേണ്ടിയിട്ട് മക്കളും മരുമക്കളും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഡാൻസിന് വേണ്ടിയുള്ള പ്രാക്ടീസാണ് ഇനി നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ അതൊരു 2-3 ദിവസത്തെ പ്രാക്ടീസേ ഉള്ളായിരുന്നു. പക്ഷെ അത് കാണാൻ നല്ല വൈബായിട്ടുള്ളൊരു പരിപാടിയാണ്. ലുലു മാന്യവാറിൽ മോൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാനായിട്ട് പോയതായിരുന്നു. പിന്നെ മെഹന്തിക്കും റിസപ്ഷനും ഉള്ള ഡ്രസ്സ് നമ്മളവിടെ നോക്കിയായിരുന്നു. പക്ഷേ അവൻ്റെ സൈസിനുള്ളത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളത് പുറത്ത് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫോണ് തടയിൽ പോയന് തക്കട് നേരി ചേച്ചി മറന്നു. അപ്പൊ ഇങ്ങനെ വേണ്ടിയില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഹാൽജിയുടെ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.